ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ വെനസ്വലയെയും ബൊളിവിയയെയും നേരിടാൻ ഒരുങ്ങുകയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന. ഒക്ടോബർ 11-നും 16-നുമാണ് മത്സരങ്ങൾ. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ ലയണൽ മെസ്സി തിരിച്ചെത്തുന്നു എന്നതാണ് ആരാധകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയ്ക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ മെസ്സി ഇതിനുശേഷം നടന്ന രാജ്യാന്തര മത്സരങ്ങളിൽ കളിച്ചിരുന്നില്ല. വെനസ്വലയ്ക്കെതിരായ മത്സരത്തിലൂടെയാണ് മെസ്സി ടീമിലേക്ക് തിരിച്ചെത്തുക. മെസ്സി അർജന്റൈൻ ജേഴ്സിയിൽ തിരിച്ചെത്തുമ്പോൾ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു താരം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കാനുണ്ടാവില്ല. സസ്പെൻഷനിലായ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഇല്ലാതെയാവും അർജന്റീന ഇറങ്ങുക. കോപ്പ അമേരിക്ക വിജയത്തിന് തൊട്ടുപിന്നാലെ ചിലിക്കെതിരെ നടന്ന മത്സരത്തിന് ശേഷം നടത്തിയ മോശം ആംഗ്യങ്ങളും കൊളംബിയയ്ക്കെതിരായ തോൽവിക്ക് ശേഷം TV ക്യാമറമാനെ പിടിച്ച് തള്ളിയതിനും മാർട്ടിനസിന് ഫിഫ 2 മത്സരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. അർജന്റൈൻ ജേർണലിസ്റ്റ് ഗാസ്റ്റിൻ എഡ്യൂളാണ് മാർട്ടിനസിനെ ഫിഫ സസ്പെൻഡ് ചെയ്ത കാര്യം വെളിപ്പെടുത്തിയത്. സമീപകാലത്ത് അർജന്റീന നേടിയ വിജയങ്ങളിലെല്ലാം മെസ്സിക്കൊപ്പം നിൽക്കുന്ന പ്രകടനം നടത്തിയ താരമാണ് മാർട്ടിനസ്. നിർണായക ഘട്ടങ്ങളിലെ മാർട്ടിനസിൻ്റെ അവിശ്വസനീയ സേവുകൾ അർജന്റീനയെ ലോകകപ്പിൽ ഉൾപ്പെടെ ജേതാക്കളാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇതേസമയം തന്നെ മാർട്ടിനസിൻ്റെ അതിരുവിട്ട ആഹ്ലാദ പ്രകടനങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതാണിപ്പോൾ മാർട്ടിനസിനെ സസ്പെൻഷനിലേക്ക് നയിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.